എല്ലാവർക്കും നമസ്കാരം. SNM ട്രെയിനിങ് കോളേജിലെ ലിറ്റററി ക്ലബ്ബും ലൈബ്രറി റീഡേഴ്സ് ഫോറവും സംയുക്തമായി എല്ലാ വ്യാഴാഴ്ചയും നടത്തിപ്പോരുന്ന വ്യാഴാഴ്ച പ്രതിവാര പുസ്തക നിരൂപണത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുസ്തകങ്ങളെ മറ്റുള്ളവരിലേക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടും നമ്മുടെ സാഹിത്യ ലോകത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന പുതിയ രചനകളെയും എഴുത്തുകാരെയും വായനക്കാരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയും കൂടാതെ നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിൽ വായനയെ പരിപോഷിക്കുക എന്ന ലക്ഷ്യത്തോടെയും ആണ് നമ്മൾ ഈ പ്രതിവാര പുസ്തക നിരൂപണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ വ്യാഴാഴ്ച നമ്മൾ മറ്റൊരു പുസ്തകത്തെക്കുറിച്ച് ചർച്ച ചെയ്യുവാനാണ് ഒത്തുകൂടിയിരിക്കുന്നത്. പ്രശസ്ത എഴുത്തുകാരൻ സുധീർ പെരുമ്പിലാവിൻ്റെ ഒരു ഓട്ടോക്കാരൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന പുസ്തകത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇന്ന് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ പരിപാടിയിലേക്ക് സ്വാഗതം പറയുന്നതിനു വേണ്ടി 2ാം വർഷ BEd നാച്ചുറൽ സയൻസ് വിദ്യാർത്ഥിനി ചിഞ്ചിന MJയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമുക്കെല്ലാവർക്കും അറിയാം വായനയുടെ മഹത്വത്തെക്കുറിച്ച്. ഓരോരുത്തരുടെയും ബുദ്ധിശക്തിയെ വളർത്തുവാനും ചിന്താരീതിയെ മാറ്റിക്കുറിക്കുവാനും ഭാഷാ നൈപുണ്യത്തെ ഉയർത്തുവാനും വായന സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിലെ വായനാശീലം ഊർജിതപ്പെടുത്തുന്നതിനും വിവിധ പുസ്തകങ്ങൾ നമ്മളിലേക്ക് പരിചയപ്പെടുത്തുന്നതിനുമായി SNM ട്രെയിനിങ് കോളേജ് മൂത്തകുന്നം ലിറ്റററി ക്ലബ് ആൻഡ് ലൈബ്രറി റീഡേഴ്സ് ഫോറം സംഘടിപ്പിക്കുന്ന വ്യാഴാഴ്ച വായനാഴ്ച പ്രതിവാര പുസ്തക നിരൂപണത്തിലേക്ക് ഞാൻ ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എന്റെ ദൗത്യം ഏവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുക എന്നതാണ്. ആദ്യമായി തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ സുസ്മിത മിസ്സിനെ ഞാൻ ഏറെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വ്യാഴാഴ്ച വായനാഴ്ച എന്ന ഈ പരിപാടിയുടെ ടീച്ചർ കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള ഡോക്ടർ KS കൃഷ്ണകുമാർ സാറിനെയും ഡോക്ടർ ഹീര KS മിസ്സിനെയും ഞാൻ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നിരൂപണം ചെയ്യുന്ന ഒരു ഓട്ടോക്കാരന്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് സുധീർ പെരുമ്പിലാവ് ഇന്ന് ഈ പ്രോഗ്രാമിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ ഏറെ സ്നേഹത്തോടെ അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പുസ്തക നിരൂപണം നടത്തുന്നത് നമ്മുടെ 2ാം വർഷ BEd മലയാളം വിദ്യാർത്ഥി നിതിൻ ദാസ് KH ആണ്. നിതിനെ ഈ പരിപാടിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്ന് ഈ പരിപാടി ശ്രവിക്കുവാനും ആസ്വദിക്കുവാനുമായി എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പുസ്തക പ്രേമികളെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി ചിഞ്ചിന. അടുത്തതായി പുസ്തക നിരൂപണത്തിനായിട്ട് 2ാം വർഷ BEd മലയാളം വിദ്യാർത്ഥി നിതിൻ ദാസ് KHനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഏറെ സ്നേഹത്തോടു കൂടി തന്നെയാണ്, ഏറെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇന്നത്തെ ഈ ഒരു ദിവസത്തെ ഞാൻ നോക്കിക്കാണുന്നത്. നമ്മുടെ വ്യാഴാഴ്ചയുടെ പരിപാടിയിൽ ഇത് 2ാമത്തെ പുസ്തകമാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. ഈ 2 പുസ്തകങ്ങളും ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ അനുഭവങ്ങളും ഓർമ്മക്കുറിപ്പുകളുമായിരുന്നു. 2 പുസ്തകങ്ങളും വായിച്ചപ്പോഴും കഴിഞ്ഞ പുസ്തകം അവതരിപ്പിച്ചപ്പോഴും എന്തെന്നില്ലാത്തൊരു അടുപ്പം എഴുത്തുകാരോട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ പ്രാവശ്യത്തെ ബെന്യാമിൻ ചേട്ടന്റെ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു അനുഭൂതി തന്നെയാണ് ഇന്ന് ഏറെ സ്നേഹമുള്ള നമ്മുടെ സുധീരേട്ടൻ ഞാൻ വിളിക്കുകയാണ്, ആ ഒരു സ്വാതന്ത്ര്യം എടുത്തിട്ട്. സുധീരേട്ടന്റെ ഒരു ഓട്ടോക്കാരന്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന് പറഞ്ഞ പുസ്തകം വായിച്ചപ്പോ എനിക്ക് അനുഭവപ്പെട്ടത്, നമ്മുടെ ചുറ്റിലുമുള്ള ഒരുപാട് മനുഷ്യരെ, ആ ഓരോ മനുഷ്യരുടെയും ജീവിതത്തെ എടുത്തു കാണിക്കുന്ന തരത്തിലാണ് ഈ ഒരു രചന പൂർണ്ണമായിട്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് ചുറ്റിലും ഒരുപാട് മനുഷ്യരുണ്ട്. ഓരോ ദിവസവും നമ്മളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരുടെ എണ്ണം വളരെ വലുതാണ്. ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നൽകി പോകുന്ന നിമിഷങ്ങളും പലതാണ്. അത്തരത്തില്
ഓരോരുത്തരുടെ ജീവിതത്തിലും സ്വാധീനപ്പെടുന്ന അല്ലെങ്കിൽ സ്വാധീനം ചെലുത്തുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അതിൽ കുറെ ആളുകളെ നമ്മൾ ഓർമ്മിച്ചു വെക്കും, കുറെ ആളുകളെ നമ്മൾ മറന്നു പോകും. അങ്ങനെ നമ്മുടെ ജീവിതത്തിലൂടെ കടന്ന് ഒരുപാട് ആളുകൾ പോകുന്നുണ്ട്. അത്തരത്തിൽ തന്റെ ജീവിതത്തിലൂടെ കടന്നുപോയ ഒരുപാട് മനുഷ്യരെ, അവർ നൽകിയ സ്നേഹം, അവർ നൽകിയ പാഠങ്ങൾ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകമാണ് ഒരു ഓട്ടോക്കാരന്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന് പറഞ്ഞ പുസ്തകം. എത്രയെത്ര മനുഷ്യരാണല്ലേ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നത്. ഓരോ മനുഷ്യരും നമ്മൾ ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ അത് ഓരോന്നും പലതാണ്, ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. വ്യത്യസ്തരായ യാത്രികരും പരിചിതവും അപരിചിതവുമായ കാഴ്ചകളും അനുഭവങ്ങളും കയറി ഇറങ്ങി പോകുന്നതാണ് ഓരോ ഡ്രൈവറുടെയും ജീവിതം എന്നാണ് ഈ പുസ്തകത്തിൽ തന്നെ അടയാളപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അത്തരം മനുഷ്യര് പകർന്ന ജീവിതാനുഭവങ്ങൾ വേരൂന്നിയ ഒരു പുസ്തകം എന്ന നിലയിൽ സുധീർ പെരുമ്പിലാവിന്റെ ഒരു ഓട്ടോക്കാരന്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന പുസ്തകം മാറുന്നതായിട്ട് ഞാൻ വായിച്ചെടുത്തു. ആ ഒരു അനുഭവം തന്നെയായിരിക്കാം ഈ ഒരു പുസ്തകം വായിക്കുന്ന എല്ലാ വായനക്കാരും എത്തിപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തില് അദ്ദേഹത്തിന്റെ ഓട്ടോറിക്ഷയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട്, അതായത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തന്നെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഓട്ടോയാണ്. അതിലൂടെ അദ്ദേഹം കാണുന്ന മനുഷ്യരും അതിലൂടെ അദ്ദേഹത്തിന് ലഭിച്ച നിമിഷങ്ങളുമാണ് അദ്ദേഹത്തിന്റെ രചന മുഴുവനായിട്ട് നിലനിന്നു പോകുന്നത്. പുസ്തകത്തെ കുറിച്ച് പറയുന്നതിന് മുമ്പ് സുധീരേട്ടനെ ഒന്ന് അടയാളപ്പെടുത്താതെ പോകാനായിട്ട് എനിക്ക് സാധിക്കില്ല. എന്തോ എന്നിൽ വന്ന് വീണ ഒരു പുസ്തകം എന്ന നിലയിലാണ് ഞാൻ ഇതിനെ കാണുകയും ചെയ്യുന്നത്. മാഷ് ഇങ്ങനെ എന്നോട് പറയുകയുണ്ടായി, ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്, നല്ലൊരു പുസ്തകമാണ്, അതൊന്ന് അവതരിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ എന്തോ ഞാൻ എടുത്ത വാക്കിട്ട് പറഞ്ഞു, മാഷെ നമുക്കത് ചെയ്യാം. അത് നീണ്ടു പോയി ഇന്നൊക്കെയാണ് എത്തിയതെങ്കിൽ പോലും അത് വായിച്ചപ്പോൾ ലഭിച്ച അനുഭവങ്ങൾ പലതും എവിടേക്കോ നമ്മുടെ ജീവിതവുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താൻ സാധിക്കുന്നതാണ്. സുധീരേട്ടന്റെ ഓട്ടോറിക്ഷയിൽ ചെയ്ത പലരുടെയും അനുഭവങ്ങൾ എവിടേക്കോ എന്റെ ജീവിതത്തിലും കടന്നുപോയതുപോലെ എനിക്ക് ഓർത്തെടുക്കാനായിട്ട് സാധിച്ചതാണ് സത്യം. ഇന്നലെ അതുപോലെ തന്നെ മാഷ് സുധീരേട്ടന്റെ നമ്പർ അയച്ചു തരികയുണ്ടായി. സുധീരേട്ടൻ ഞാനിങ്ങനെ വിളിച്ച് സംസാരിക്കണ്ടായി. കുറച്ച് സമയമാണ് സംസാരിച്ചതെങ്കിൽ പോലും ആ കുറച്ച് സമയത്തിനുള്ളിൽ അദ്ദേഹം പങ്കുവച്ച ആ സ്നേഹം അത് വളരെ വലുത് തന്നെയായിരുന്നു. സ്നേഹം പങ്കുവയ്ക്കാൻ മാത്രം അറിയുന്ന സുധീരേട്ടനെ വായിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുള്ള അല്ലെങ്കിൽ സന്തോഷം അറിയിക്കുകയാണ് ഈ ഒരു നിമിഷത്തിൽ. ഓരോ ദിവസവും ഓരോരോ മനുഷ്യരും പകർന്നു പോകുന്ന അനുഭവത്തിന്റെ ആഴങ്ങളിൽ എവിടെയൊക്കെയോ കരുണയും അതുപോലെ തന്നെ സ്നേഹവും സഹാനുഭൂതിയും നന്ദിയും കടപ്പാടും പിണക്കങ്ങളും കുറ്റബോധവും എന്തിനു പറയുന്നു ഒരുപാട് തിരിച്ചറിവും അങ്ങനെ എല്ലാം നിഴലിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിലെ ഓരോ ഭാഗങ്ങളിലും. നമ്മളിങ്ങനെ വായിച്ചു പോകുമ്പോൾ ഓരോ അനുഭവങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ആ ഓരോ അനുഭവങ്ങളും അദ്ദേഹത്തിന് നൽകിയ തിരിച്ചറിവുകൾ ചിലതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ആദ്യം ഒരു രസകരമായ രീതിയിലേക്ക് അല്ലെങ്കിൽ നമ്മൾ പലതും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ ഒരു നിമിഷങ്ങളെ ഇങ്ങനെ അടയാളപ്പെടുത്തി പോകുന്നുണ്ട്. പക്ഷെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ അത് നൽകുന്ന ചില പാഠങ്ങളുണ്ട്. ആ പാഠങ്ങളെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളേണ്ടതാണ് എന്നൊരു ചിന്തയിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. അത് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ഈ പുസ്തകവും വേറിട്ട് നിൽക്കുന്നതിന് കാരണമായിട്ട് മാറുന്നത്. സ്നേഹം വന്നു കൈനീട്ടിയാൽ അതിൽ ചെന്ന് വീഴാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. അദ്ദേഹത്തിന്റെ ഈ ഒരു പുസ്തകത്തിൽ തുടക്കത്തിൽ തന്നെ എഴുതിയിട്ടുള്ള വാക്കാണിത്. ചിലത് അങ്ങനെയാണ്, നമ്മളിങ്ങനെ തേടി വരും. വന്ന വഴികള് മറന്നു പോകുന്നവരാണ് പല മനുഷ്യരെങ്കിലും കടന്നു പോകുന്ന ഓരോ നിമിഷങ്ങളും പലതും അവശേഷിപ്പിക്കുകയും നല്ല ഹൃദയങ്ങൾ തുറന്നു തന്നിട്ടുണ്ടെന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് സുധീരേട്ടന്റെ പുസ്തകത്തിൽ നൽകിക്കുന്നത്.
അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ രചനകളിലേക്ക്, അദ്ദേഹത്തിന്റെ പുസ്തക എഴുത്തിലേക്ക് അദ്ദേഹത്തിനെ നയിച്ച വ്യക്തിയെ കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അത് തുടങ്ങുന്നത്. ഇങ്ങനെയാണ് പറയുന്നത്: സ്വന്തം പേരിൽ എഴുതിയ 3 പുസ്തകങ്ങൾക്ക് കാരണക്കാരിയായ പ്രിയപ്പെട്ട യാത്രക്കാരിയെ സ്നേഹത്തോടെ സ്മരിച്ചുകൊണ്ട്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു പുസ്തകം ആരംഭിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വന്ന വഴികൾ പലരും മറന്നു പോകുമ്പോഴും പലതിനെയും തള്ളിക്കളയുമ്പോഴും തന്റെ ജീവിതത്തിന്റെ ഒരു പടി ഉയർച്ചയിലേക്ക് കയറുമ്പോൾ പിന്നിലേക്ക് ചിന്തിച്ച് അതിനെ കൂട്ടിച്ചേർത്ത് നിർത്താനായിട്ട് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. തുറക്കം എന്ന ഭാഗത്ത് എഴുത്തുകാരന്റെ തന്നെ ജീവിതത്തിന്റെ പുത്തൻ ഇടം നേടിയെടുത്തതിന്റെ അവശേഷിപ്പാണ് കാണുന്നത്. ഹലാലായ കടം എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അത് വായിച്ചു തീർക്കുമ്പോൾ അതിൽ നിന്നും വായനക്കാരിലേക്ക് എത്തിച്ചേരുന്ന ഒരു വലിയൊരു മൂല്യത്തിലേക്കാണ്. നമ്മൾ ഓരോരുത്തരും മറ്റുള്ള വ്യക്തികളെ അളക്കുന്നത് മറ്റുള്ളവർ പലരുടെയും വാക്കുകളിൽ നിന്നായിരിക്കാം. അതായത് അവരെ വിലയിരുത്തുന്നത് മറ്റൊരാൾ പറയുന്നത് കേട്ടിട്ടായിരിക്കാം. അതുപോലെ തന്നെ സുധീരേട്ടനും ഒരു വ്യക്തിയെ വിലയിരുത്തുന്നുണ്ട്. തന്റെ ഓട്ടോക്കാരനായിട്ടുള്ള ആളുകളുടെ വായിൽ നിന്ന് വീണ വാക്കുകളെ വിശ്വസിച്ച് ഒരു വ്യക്തിയെ അങ്ങനെ വിലയിരുത്തുന്നുണ്ട്. പക്ഷേ ഏറ്റവും അവസാനത്തേക്ക് വരുമ്പോൾ അതൊരു തെറ്റിദ്ധാരണയാണ് എന്നൊരു തിരിച്ചറിവിലേക്കാണ് സുധീരേട്ടൻ എത്തുന്നത്. അങ്ങനെ ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്റെ മനസ്സ് നീറുന്നത് നമുക്ക് ആ ഒരു ഹലാലായ കടം എന്ന് പറഞ്ഞ ആ ഒരു ഭാഗം വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ആ തിരിച്ചറിവിനേക്കാൾ അപ്പുറം ജീവിതം നീറുന്ന മറ്റൊരു തിരിച്ചറിവ് പകരുന്നതായിരുന്നു വീട്ടാൻ പറ്റാത്ത കടങ്ങൾ എന്ന ഭാഗം. 3ാമതായിട്ട് എഴുതിയിട്ടുള്ളതാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം ചില കടങ്ങൾ എത്ര ശ്രമിച്ചാലും വീട്ടാൻ പറ്റാത്തത്. സാധാരണമായിട്ട് നമുക്കറിയാം, ഒരു ഓട്ടോക്കാരനെ സംബന്ധിച്ചിടത്തോളം, ഓട്ടോക്കാരനല്ല ഏതൊരു വ്യക്തിയാണെങ്കിലും അവരവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണല്ലോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു ഓട്ടോക്കാരനെ സംബന്ധിച്ചിടത്തോളം അവിടെ ചെന്ന് ക്യൂ കിടക്കുമ്പോ നല്ലൊരു ഓട്ടം കിട്ടണേ എന്തായിരിക്കും പ്രാർത്ഥന. അങ്ങനെ ഒരു ദിവസം ഓട്ടം വിളിക്കാൻ ആരും വരാതിരിക്കുന്ന ഒരു സമയത്ത് തന്റെ ഓട്ടോറിക്ഷയില് ആദ്യമായിട്ട് ഒരു അമ്മൂമ്മയും കൊച്ചുമകളുമാണ് കയറുന്നത്. അന്നത്തെ ദിവസത്തെ ഏറ്റവും ആദ്യത്തെ കൈനീട്ടാണത്. അങ്ങനെ നല്ലൊരു കൈനീട്ടം പ്രതീക്ഷിച്ച് ആ യാത്ര നമ്മുടെ സുധീരേട്ടൻ ഇങ്ങനെ തുടങ്ങുന്നുണ്ട്. അങ്ങനെയുള്ള ആ യാത്രയില് ചെന്നെത്തുന്നത് യാത്രക്കാരുടെ ജീവിതത്തിലത്തെ വലിയ ദുരന്ത കഥകളെ മനസ്സിലാക്കുന്ന ഒരു രീതിയിലേക്കാണ്. പലപ്പോഴും ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, പലതരത്തിലാണ് യാത്രക്കാരുള്ളത്. ചില ആളുകൾ വരുന്നു, അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകുന്നു, ഇറങ്ങിപ്പോകുന്നു. ചില മനുഷ്യര് വരുന്നു, ഹൃദയത്തിനോട് ചേർന്ന് നിൽക്കുന്നു. ചില മനുഷ്യര് സംസാരിക്കും, ചില മനുഷ്യര് സംസാരിക്കാതെ പോകും. അങ്ങനെ ഈ ഒരു അമ്മൂമ്മയും കൊച്ചുമകളെയും കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള സംസാരമാണ് അദ്ദേഹത്തിനെ അവരുടെ ജീവിതത്തിലേക്ക് കൂടുതൽ ഉള്ളിലേക്ക് ഇങ്ങനെ എത്തിച്ചത്. ആ അമ്മൂമ്മയുടെയും അതുപോലെ തന്നെ കൊച്ചുമോളുടെയും ജീവിതത്തെ നയിക്കുന്നത് അമ്മൂമ്മയുടെ മകളാണ്. പക്ഷെ മകള് അസുഖം ബാധിച്ചിട്ട് വീട്ടിൽ കിടക്കുന്ന സമയത്ത് ഒരു നേരം ഭക്ഷണം പോലും ഇല്ലാത്തൊരു അവസ്ഥയിലാണ് അവർ കഴിയുന്ന കാര്യം തിരിച്ചറിഞ്ഞ സുധീരേട്ടൻ അവിടെ അവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുന്നതായിട്ട് കാണും. സുധീരേട്ടന്റെ അവസ്ഥ എന്ന് പറയുന്നതും വളരെ പരിതാപകരമായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ആ ഒരു സാഹചര്യത്തെ മനസ്സിലാക്കി തന്നെ കൊണ്ട് പറ്റുന്നത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാമെന്നൊരു ബോധ്യമാണ് അദ്ദേഹത്തിന് ഉണ്ടാകുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായിട്ട് ഓടിത്തീർക്കുന്ന വണ്ടികളാണ് നമ്മൾ ഓരോരുത്തരും എന്ന് പറയാം. ഒരു ഓട്ടോക്കാരന്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന് പറഞ്ഞൊരു പുസ്തകം അങ്ങനെ വായിക്കുമ്പോഴും ഞാൻ അതിൽ കണ്ടത്, അതായത് ഓട്ടോറിക്ഷയാണല്ലോ,
അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം എന്ന് പറയുന്നതും അതുപോലെ ഒരു വണ്ടി തന്നെയാണ്. നമ്മളെല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ധനം തീരുമ്പോ വഴിയരികിൽ നിന്ന് പോകുന്നത് പോലെ ഇന്നല്ലെങ്കിൽ നാളെ എന്തും സംഭവിച്ചേക്കാവുന്ന മനുഷ്യരാണ് നമ്മൾ ഓരോരുത്തരും. അങ്ങനെയുള്ള നമുക്കിടയില് വാഹനത്തിൽ കയറി ഇറങ്ങി പോകുന്നവരെ പോലെ ഓരോ നിമിഷവും ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ചില നിമിഷങ്ങൾ വേദനകൾ നൽകുന്നുണ്ട്, ചില നിമിഷങ്ങൾ സന്തോഷങ്ങൾ സമ്മാനിക്കുന്നുണ്ട്, ചിലത് നമ്മുടെ ഹൃദയങ്ങൾ കീറി മുറിക്കുന്നുണ്ട്, മറ്റു ചിലത് ചിലപ്പോ രക്തമൊഴുകുന്ന ഹൃദയത്തിന് മരുന്നായിട്ടായിരിക്കാം മാറുന്നുണ്ടായിരിക്കും. അങ്ങനെ അങ്ങനെ എത്ര എത്ര നേരങ്ങളാണ് നമ്മൾ ഓരോരുത്തരിലും ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എഴുത്തുകാരൻ ഇങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി നൽകുന്നത്. ജീവിതം എന്നത് ചില നന്മയുള്ള കാഴ്ചകൾ കൂടി കാണാനുള്ളതാണ്. അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ അദ്ദേഹം അവിടെ എഴുതി ചേർത്ത വരികളാണിത്. ജീവിതം എന്നത് ചില നന്മയുള്ള കാഴ്ചകൾ കൂടി കാണാനുള്ളതാണ്. പലപ്പോഴും നമ്മുടെ ജീവിതം പച്ചപിടിപ്പിക്കാനുള്ള ഓട്ടത്തിനിടയിൽ നമ്മളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിലുള്ള മനുഷ്യരെ കാണാനായിട്ട് നമ്മൾ ശ്രമിക്കാറില്ല. ആ ഒരു സാഹചര്യത്തിൽ നിന്നും വ്യത്യസ്തമായി ഒരുപാട് നന്മയുള്ള കാഴ്ചകൾ നമുക്ക് ചുറ്റിലുമുണ്ട്. അതെല്ലാം കാണേണ്ടത് നമ്മുടെ ഈ രണ്ട് കണ്ണുകളിലൂടെ തന്നെയാണ്, അതെല്ലാം ആസ്വദിക്കേണ്ടത് നമ്മൾ തന്നെയാണ് എന്നൊരു ബോധ്യമാണ് അദ്ദേഹം ഉയർത്തുന്നത്. അദ്ദേഹത്തിന്റെ മറ്റൊരു അനുഭവമായിരുന്നു ലെഫ്റ്റും റൈറ്റും എന്ന് പറയുന്നത്. അതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് അതിൽ പറയുന്നത്, ഒരു ലെഫ്റ്റും റൈറ്റും വരുത്തി വെച്ച മൂക്കിന്റെ ചൊറിച്ച്. അതായത് അത് വായിച്ചപ്പോ ഏറ്റവും കൂടുതൽ എന്നിലേക്ക് തന്നെയാണ് ഞാൻ ഇറങ്ങി വന്നത്. ഇന്നും എത്രയൊക്കെ എന്ത് പറഞ്ഞാലും ലെഫ്റ്റ് റൈറ്റ് എന്ന് പറയുന്നത് എനിക്കൊരു സംശയമായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. പെട്ടെന്ന് ഇങ്ങനെ ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കതൊരു വല്ലാത്തൊരു സംശയമാണ്. ആ ഒരു ചിന്ത തന്നെയാണ് നമ്മുടെ സുധീരേട്ടനിൽ ഉണ്ടായിട്ടുള്ളത്. അതായത് പറയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് പോകുമോ എന്ന് ഒറ്റയടിക്ക് പറയുമ്പോ ചിലപ്പോ സുധീരേട്ടൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈറ്റിലേക്കായിരിക്കും ചിലപ്പോ പോവാ. ആ ഒരു അനുഭവം പലരിലും ഉണ്ടായിട്ടുണ്ടായിരിക്കാം. എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് അത് എന്റെ ജീവിതത്തിൽ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇന്നും എനിക്ക് സംഭവിച്ചൊരു കാര്യമാണ്. അതായത് റൈറ്റ് എന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് പറ്റാത്തൊരു അവസ്ഥ. അങ്ങനെ ഒരിക്കല് അദ്ദേഹത്തിന്റെ വാഹനം നിർത്തി നിൽക്കുന്ന സമയത്താണ് ഒരാൾ വന്നിട്ട് വഴി ചോദിക്കുന്നത്. അപ്പൊ വഴി ചോദിക്കുന്നതിനിടയില് കുതിരേട്ടൻ ഇങ്ങനെ വഴിക്ക് പറഞ്ഞു കൊടുത്ത് അങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ വഴിക്ക് പറഞ്ഞു കൊടുത്ത് അവര് പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സുധിരേട്ടൻ ഓർക്കുന്നത്, റൈറ്റിലേക്ക് തിരിയുന്നതിന് പകരം ലെഫ്റ്റിലേക്ക് തിരിയാനാണല്ലോ ഞാൻ പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് ലെഫ്റ്റും റൈറ്റും വരുത്തി വെച്ച മൂക്കിന്റെ ചൊറിച്ചിൽ എന്ന് പറയുന്നത്. അതായത് വഴി തെറ്റിപ്പോയ ആ മനുഷ്യര് അവിടെ നിന്നിട്ട് എന്താണ് സുധീരേട്ടനെ ചീത്ത പറയുന്നുണ്ടായിരിക്കാം. അത് മൂക്ക് ചൊറിയുന്നുണ്ട് എന്ന രീതിയിലേക്ക് സുധീരേട്ടൻ തന്നെ പുസ്തകത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള രസകരമായിട്ടുള്ള അനുഭവങ്ങൾ കൂടി അതിലൂടെ കടന്നു പോകുന്നു. അദ്ദേഹത്തിന്റെ ഇത് വായിക്കുമ്പോ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത കുറച്ച് വാക്കുകളാണ്: ഇടിഞ്ഞു തുടങ്ങിയ സാമ്പത്തിക വ്യവസ്ഥിതിയോട് മല്ലിട്ട് അതിജീവനത്തിന്റെ തിരക്ക് ഞാൻ അവനെ മറന്നു തുടങ്ങി. എങ്കിലും വിരസതയുടെ ഓർമ്മയിൽ ചിലപ്പോഴെല്ലാം അവനും തെളിഞ്ഞു വരാറുണ്ട്. വർത്തമാനങ്ങൾ കൊണ്ടും കൂടിക്കാഴ്ചകൾ കൊണ്ടും ആരൊക്കെയോ ആകുന്നവരുടെ കൂട്ടത്തിൽ അവനും സ്ഥാനം പിടിച്ചു. പിന്നീട് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ സ്പർശിച്ച വാക്കുകളാണ്. ആദ്യത്തെ 2 വാക്കുകളും കാണിച്ചു തന്നത് ജീവിതത്തിന്റെ തീരാ ദുഃഖങ്ങളെയാണ്. പക്ഷെ ആ തീരാവേദനകൾക്കിടയിലും മനുഷ്യാവസ്ഥകളെ മനസ്സിലാക്കി ചേർത്ത് നിർത്താൻ ശേഷിയുള്ളവയാണ് നമ്മുടെ ഈ ഒരു പുസ്തകത്തിന്റെ എഴുത്തുകാരനായിട്ടുള്ള സുധീർ പെരുമ്പിലാവ് എന്ന് അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ വായിക്കുമ്പോൾ ഓരോ വായനക്കാരിലും എത്തും. പലപ്പോഴും
ജീവിതത്തിൽ എവിടെയെങ്കിലും തളർന്നു വീഴുന്ന ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നത് പണമൊന്നും ആയിരിക്കില്ല, ഒരു സ്നേഹമായിരിക്കാം, ചിലപ്പോ ഒരു കരമായിരിക്കാം, ഒരു ചേർത്ത് നിർത്തലായിരിക്കും. അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് മനുഷ്യരെ ചേർത്തു പിടിക്കാനായിട്ട് കഴിഞ്ഞ ഒരു വ്യക്തി എന്ന നിലയിൽ കൂടി നമുക്ക് സുധീരേട്ടനെ അടയാളപ്പെടുത്തേണ്ടതായിരുന്നു. അങ്ങനെ ചേർത്ത് നിർത്തിയ മനുഷ്യരിൽ ഒരാളായ വെങ്കിയുടെ മരണം, അതാണ് ഞാൻ പറഞ്ഞത്, കൂടുതൽ നമ്മുടെ ഹൃദയത്തിൽ മറ്റൊരു വിള്ളൽ തീർത്തൊന്നായിരുന്നു. അദ്ദേഹം ഒരിക്കൽ ഒരു മഴയുള്ള ഒരു രാത്രിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ചായ വേണോ എന്ന് ചോദിച്ചിട്ട് ഒരു പയ്യൻ നിൽക്കുന്നത്. അത് വെങ്കിടി ആയിരുന്നു. വെങ്കി എന്ന് കൂടുതൽ അടുത്തപ്പോൾ അദ്ദേഹം വിളിക്കുകയുണ്ടായി. അങ്ങനെ പുറമേ നിന്നൊന്നും അങ്ങനെ വാങ്ങി കഴിക്കാത്ത ആ ഒരു സുധീരേട്ടൻ ആ വെങ്കിയിൽ നിന്നും ഭക്ഷണം വാങ്ങി കഴിക്കുന്നു, ചായ കുടിക്കുന്നു. പിന്നീട് അത് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഒരു ശീലമാക്കുന്നു. അങ്ങനെ വെങ്കിയുമായിട്ട് നല്ലൊരു അടുപ്പം ഉണ്ടാക്കുക. അപ്പൊ വെങ്കി അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെ അടുത്ത് വരുന്നുണ്ട്. ആ സ്നേഹബന്ധം നല്ല ആഴത്തിൽ പോകുന്നുണ്ട്. അതിന്റെ ഇടയിലാണ് വെങ്കിയുടെ മരണം സംഭവിക്കുന്നത്. അത് തീർത്ത വിള്ളല്, അതിന്റെ വേദന സുധീരേട്ടനിൽ ഇന്നും നിഴലിക്കുന്നുണ്ട് എന്നത് ആ ഒരു കാർമേഘങ്ങൾ എന്ന് പറഞ്ഞ ആ ഒരു ഭാഗം വായിച്ചു തീർക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നതാണ്. ആ ഓർമ്മകളേക്കും ഇല്ലാതാക്കണേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് നമുക്ക് അവിടെ മുഴുവനായിട്ട് കണ്ടത്. തുടക്കത്തില് ആള് കുറെയൊക്കെ ശാഠ്യം പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അതായത് ജീവിതത്തില് പച്ചയായിട്ടുള്ള മനുഷ്യരുണ്ട്. ആ പച്ചയായ മനുഷ്യര് പുറമെ ഇങ്ങനെ പറയും, ഞാൻ അങ്ങനെ ചെയ്യും, എനിക്ക് ജീവിക്കണ്ടേ, അല്ലെങ്കിൽ ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുന്നത് എന്റെ കാര്യങ്ങൾ നടക്കാണ്, അപ്പൊ അത് കാരണം എനിക്ക് പൈസ കിട്ടണം എന്തായാലും എന്നുള്ള ചിന്തകളിലാണ്, അല്ലെങ്കിൽ ആ ഒരു ചിന്തയിലാണ് ആ മനുഷ്യൻ നിൽക്കുന്നത് എന്ന് നമുക്ക് തോന്നിയാൽ പോലും ഉള്ളെപ്പോഴും വളരെ അലിഞ്ഞു പോകുന്ന ഹൃദയമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. അത് നമുക്കിത് വായിച്ചാൽ മനസ്സിലാവും. നമ്മൾ പറയൂലോ, നാളികേരം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന്റെ പുറമെ നല്ല കട്ടിയുള്ള തോടാണെങ്കിലും അതിന്റെ ഉള്ളിലേക്ക് പോകും തോറും എന്തായിരിക്കും, നല്ല മൃദുലമായിരിക്കും. അതുപോലെയാണ് അദ്ദേഹത്തിന്റെ മനസ്സെന്നാണ് ഞാൻ വായിച്ചെടുത്തത്. അദ്ദേഹത്തിന്റെ ഓരോ അനുഭവങ്ങളിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയെടുത്തതാണ്. കാരണം അദ്ദേഹം പലപ്പോഴും ഇങ്ങനെ ശാഠ്യം പിടിച്ച് അല്ലെങ്കിൽ ഒരു എങ്ങനെയെങ്കിലും ഒരു ദിവസം കടന്നു പോകണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അതിന് പൈസ വേണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണല്ലോ അധ്വാനിക്കുന്നത്. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും മറ്റുള്ളൊരു അവസ്ഥ എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല, എനിക്ക് ജീവിക്കാനുള്ള പൈസ എനിക്ക് കിട്ടണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തിട്ടാണെങ്കിലും ആരെന്നെ പറ്റിച്ചു പോകാനൊന്നും പറ്റില്ല. അങ്ങനെ ഒരു രീതിയിലേക്ക് അദ്ദേഹം ചിന്തിച്ച് പ്രവർത്തിക്കുമ്പോഴും എവിടേക്കോ അദ്ദേഹത്തിന്റെ മനസ്സിൽ എടുക്കുന്ന വറ്റാത്ത നന്മയുടെ അംശങ്ങള് നിളച്ചു വരികയും പലപ്പോഴും അത് പ്രകടിപ്പിക്കുകയും പല മനുഷ്യരിലേക്കും അത് ഒരിക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് ചിലപ്പോഴൊക്കെയും നഷ്ടങ്ങളുടെ കണക്കായിരിക്കാം അദ്ദേഹത്തിന് നൽകുന്നുണ്ടായിരിക്കാം. അത് പലപ്പോഴും നഷ്ടങ്ങളായിരിക്കാം. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു കരുതലിന്റെയും സ്നേഹത്തിന്റെയും മറ്റൊരു രൂപം നമുക്ക് അവിടെ വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഞാൻ കരുതുന്നു ഇന്നും അദ്ദേഹം, നമ്മുടെ സുധീരേട്ടൻ ഇന്നും ആ ഒരു ഹൃദയത്തിന്റെ ഉടമ തന്നെയാണ്. ഇന്നും മറ്റുള്ളവരെ സ്നേഹിക്കാൻ തന്നെ അറിയുന്ന ഒരു മനുഷ്യനാണ്. തറവാട്ടിൽ പിറന്ന പൂച്ചകൾ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് അതില്. തറവാട്ടിൽ പിറന്ന പൂച്ചകൾ ഞാനിങ്ങനെ വായിക്കാനായിട്ട് ഇരുന്നപ്പോ അതാണ് പറഞ്ഞത്, ആദ്യമേ പറഞ്ഞത്, പലതും എന്റെ ജീവിതവുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെടുത്താനായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ തറവാട്ടിൽ പണ്ട് മുതൽ ഇത്രയ്ക്കധികം പൂച്ചകളുണ്ട്. നമ്മളിങ്ങനെ നമ്മുടെ തറവാട്ടിൽ ആനകൾ ഉണ്ടെന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറയുന്ന പോലെ തന്നെ എന്റെ തറവാട്ടിൽ ഇത്രയ്ക്കധികം പൂച്ചകളുണ്ട്. ആ പൂച്ചകളെ കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു വന്ന് മനുഷ്യരുടെ ജീവിതം എങ്ങനെയാണോ അതുപോലെയുള്ള ഒരു അടയാളപ്പെടുത്തലായിരുന്നു പൂച്ചകളുടെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞത്. ആ ഓരോ പൂച്ചകളുടെയും പേരുകൾ എടുത്ത് പറഞ്ഞ് അവ എങ്ങോട്ടൊക്കെ പോകുന്നു എന്ന കാര്യങ്ങൾ പറഞ്ഞ് പോയിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു മനുഷ്യകുലത്തിൽ ഉണ്ടാകുന്ന സന്ദർഭങ്ങൾ എന്തൊക്കെയാണോ, അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണോ, അങ്ങനെ ബന്ധപ്പെടുത്തി പൂച്ചകളെ അവരുടെ ജീവിതത്തെ സൂക്ഷ്മമായി അറിഞ്ഞ് ഒരു മാനുഷിക ഭാവം ജനിപ്പിച്ചുകൊണ്ടുള്ള ഒരു വ്യത്യസ്തമായുള്ള ഒരു
അനുഭവ ഓർമ്മക്കുറിപ്പായിട്ട് അത് മാറുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ വായനക്കാരിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്ന മറ്റൊന്നായിരുന്നു കളഞ്ഞു കിട്ടിയ 10 രൂപയും കടം പറഞ്ഞ 60 രൂപയും എന്ന് പറയും. അതിങ്ങനെ വായിച്ചു നോക്കുന്ന സമയത്ത്, അതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നിലേക്ക് തുടക്കത്തിൽ നമുക്ക് നമ്മുടെ ബാല്യകാലത്തിന്റെ ഓർമ്മകളായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, പറഞ്ഞു പറഞ്ഞു വന്ന് ബാല്യത്തിലേക്ക് പോയില്ലോ സുധീരേട്ടൻ എന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കായിരുന്നു. പക്ഷേ അതിന്റെ അവസാനത്തില് അത് നമ്മളെ വീണ്ടും ഈ ഒരു വർത്തമാന കാലഘട്ടത്തിലേക്ക് എത്തിച്ച് വിഷമത്തിലേക്ക് എത്തിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബാല്യകാലത്തിലെ ഓർമ്മകള്, കുസൃതികള് അങ്ങനെ കണ്ട് രസിച്ചുകൊണ്ടാണ് ഞാൻ അത് വായിച്ചു വന്നതെങ്കിൽ പോലും ഏറ്റവും അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഒരു ശീമക്കൊന്നയുടെ നീറ്റലാണ് വായനക്കാരുടെ ഉള്ളിലേക്ക് ഉണ്ടാക്കുന്നത്. ഒരു അന്നത്തെ കാലഘട്ടത്തില് നമ്മുടെ സുധീരേട്ടന് സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് സുധീരേട്ടനും അതുപോലെ തന്നെ കൂടെയുള്ള ആൾക്കും 1 രൂപയാണ് കൊടുക്കുക, 50 പൈസ 50 പൈസ. അപ്പോ അന്നത്തെ കാലഘട്ടത്തിൽ വെച്ചാൽ പുറത്തു പോയിട്ട് ഒന്നെങ്കിൽ അച്ചാറ് വാങ്ങാം, അല്ലെങ്കിൽ പുളിമിഠായി വാങ്ങാം. അതൊക്കെ പറയുന്നത് വളരെ വലിയൊരു സന്തോഷമായിരുന്നു. എങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ വാങ്ങാം, ആരെങ്കിലും ഓസി അങ്ങനെ പോകാം എന്ന രീതിയിലേക്കൊക്കെ ആയിരുന്നു. അപ്പോ അങ്ങനെയൊക്കെയുള്ള സമയത്താണ് കൂട്ടുകാർക്കൊക്കെ പലപ്പോഴും പുറമേ നിന്ന് പൈസയൊക്കെ കളഞ്ഞു കിട്ടും. ആ കളഞ്ഞു കിട്ടുന്ന പൈസക്ക് ഇവര് സാധനങ്ങളൊക്കെ പോയി വാങ്ങും. അപ്പോ നമ്മുടെ സുധീരേട്ടൻ ഇതുപോലെ ഇങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു, എനിക്ക് മാത്രം ഒന്നും കിട്ടുന്നില്ലോ എന്ന് പറഞ്ഞിട്ട് ഒരിക്കല് അദ്ദേഹത്തിന് എന്ത് കിട്ടാണ്, ഒരു 10 രൂപയാണ് കിട്ടുന്നത്. അതെടുത്തു കൊണ്ടുപോയിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. കാരണം അത് വീട്ടിൽ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വഴക്കും അടി കിട്ടുന്നുള്ള കാരണം കൊണ്ട് തന്നെ അതെങ്ങനെയെങ്കിലും തീർക്കണം. അങ്ങനെ പുറത്തു പോയിട്ട് സിപ്പപ്പ് പോലുള്ള സംഭവങ്ങളൊക്കെ, പുളിമിഠായി സംഭവങ്ങളൊക്കെ വാങ്ങി കഴിച്ച്, ഐസ് ഫ്രൂട്ട് ആവുന്നുണ്ട് കഴിക്കുന്നത്, ഐസ് ഫ്രൂട്ട് കഴിച്ച് ബാക്കി മിച്ചം 3 രൂപ വരുന്നുണ്ട്. അങ്ങനെ സന്തോഷിച്ച് നടക്കുന്ന ഇടയിലാണ് പിറ്റേ ദിവസം ക്ലാസ്സിലെ കൂട്ടുകാരിയുടെ അച്ഛൻ ക്ലാസ്സിലെ കൂട്ടുകാരിയെ കൊണ്ട്, ശ്രീജ എന്നങ്ങട്ടാണ് പേര്, ശ്രീജയും കൊണ്ട് വരുന്നുണ്ട്. അപ്പൊ അച്ഛന്റെ കയ്യിൽ ഒരു ശീമക്കൊന്നയുടെ വടിയുണ്ട്. അത് വായിച്ചപ്പോ ചെറുപ്പത്തിൽ എനിക്കും വീട്ടിൽ നിന്ന് കിട്ടിയ അടികളുടെ കണക്കുകളൊക്കെ ഓർമ്മ വന്നു. ഇവിടെ ശീമക്കൊന്നയാണെങ്കിൽ എന്റെ വീട്ടില് ഈരോലിയായിരുന്നു പ്രയോഗിച്ചിരുന്നത് മാത്രം. അങ്ങനെ വീട്ടിൽ നിന്ന് പുസ്തകം വാങ്ങാനായിട്ട് 10 രൂപ കൊടുത്തയച്ചത് കളഞ്ഞിട്ട് വന്നോക്കാണ് അവള്. ഇനി എന്റെ കയ്യിൽ പൈസ ഇല്ല ടീച്ചറെ എന്ന് പറഞ്ഞ് അവളെ തല്ലുന്ന അച്ഛനെ കണ്ട പാടെ കീശയിൽ കിടക്കുന്ന ആ 3 രൂപ അദ്ദേഹത്തിന്റെ ശരീരത്തിനോട് ചേർന്ന ആഴങ്ങളിലേക്ക് പോയി എന്നാ പറയുന്നത്. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വളരെ വിങ്ങലായിട്ട് മാറുന്നു. ആ ഓർമ്മകളിലേക്ക് അദ്ദേഹം എത്തുന്നത് ഒരിക്കലും അദ്ദേഹം ഇങ്ങനെ ഓട്ടോറിക്ഷ ഓടിച്ചു പോകുന്ന സമയത്ത് ശ്രീജ കൈകാട്ടുകയും അങ്ങനെ ഓട്ടം വിളിക്കുകയും, അങ്ങനെ പോകുന്നതിനിടയില് 180 രൂപ അങ്ങോട്ടായി. അതില് 120 രൂപ, 100 രൂപയും 20ന്റെ 10ന്റെ 2 നോട്ടുകള്, പഴകിയ 2 നോട്ടുകളും കൊടുത്ത് 60 രൂപ കടം വെച്ച് പോകാണ്. അപ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുന്നത്, മനസ്സിനോട് ചിന്തിക്കുന്നത്, കളഞ്ഞു കിട്ടിയ 10 രൂപ കടം പറഞ്ഞ 60 രൂപയും എത്രത്തോളം മൂല്യവത്തായതാണ്. അതായത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു കുറ്റബോധം അപ്പോഴും ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ വിങ്ങലോട് കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കും. അത് വായിച്ചപ്പോ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ബാല്യകാലത്തിലെ ആ കുസൃതികളെയൊക്കെ നമ്മൾ ആസ്വദിച്ചു വന്ന് ഏറ്റവും അവസാനത്തിലേക്ക് എത്തുമ്പോ അതൊരു വേദനയായിട്ട് മാറുന്നതായിട്ടാണ് കാണുന്നത്. മറക്കാത്തവർ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് ഇതില്. ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് ഒരു പെൺകുട്ടി 50 രൂപ നൽകി 3 ബാഗുകളും എടുത്തിട്ട് ഹോസ്റ്റലിലേക്ക് നടന്നു പോവാണ്. അതായത് കോളേജിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് ഇനിയുണ്ട്. അപ്പൊ അവള് നടന്നു പോവുകയാണ്. അപ്പൊ നടന്നു പോകുന്ന സമയത്ത് സുധീരേട്ടൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഈ കുട്ടി എന്താണ് ഇവിടെ ഇറങ്ങിയിട്ട് നടന്നു പോകുന്നത്, അതും ഈ ബാഗൊക്കെ പിടിച്ചു പോകുന്നത് ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്. അപ്പൊ ചോദിക്കുമ്പോ ആ കുട്ടി പറയുന്നുണ്ട്, എന്റെ കയ്യിൽ 50 രൂപയുള്ളൂ, പിന്നെ 500ന്റെ നോട്ടാ. രാവിലെ തന്നെ 500ന്റെ നോട്ട് തന്നു കഴിഞ്ഞാൽ, കാരണം എന്ന് വെച്ചാൽ ഹോസ്റ്റലിൽ അവിടേക്ക് എത്തണമെങ്കിൽ 60 രൂപ കൊടുക്കണം. അപ്പൊ രാവിലെ തന്നെ 500 രൂപ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടന്റെ വായിരിക്കണം, ഞാൻ കേൾക്കണ്ടേ എന്ന് ചോദിക്കുകയാണ്. അല്ലാതെ എനിക്ക് ബാഗ് പിടിച്ചു പോകാൻ ഇത്രയ്ക്ക് ഇഷ്ടമായിട്ടല്ല എന്ന് പറയുന്നു.
അപ്പോഴും ഒരു സഹോദരന്റെ സ്നേഹം ഉടലെടുക്കുന്നതായിട്ട് കാണാം നമുക്ക്. അങ്ങനെ അത് പിന്നെ എപ്പോഴെങ്കിലും തന്നാ മതി എന്ന് പറഞ്ഞ് ആ ഈ കുട്ടിയെ ഓട്ടോറിക്ഷയിൽ ഹോസ്റ്റലിലേക്ക് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ആ പെൺകുട്ടി അവിടെ നിന്ന് പഠനം പൂർത്തിയാക്കി പോകുന്നതിന്റെ ഇടയിൽ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്ന് 500 ഒരു നോട്ട് നൽകുന്ന കാര്യങ്ങളൊക്കെയും അതില് അടയാളപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാം. പിന്നെ അതുപോലെ തന്നെ ഓരോ അനുഭവങ്ങൾ ഇങ്ങനെ വായിച്ചു പോകുമ്പോഴും യാത്രയുടെ സന്തോഷങ്ങൾ എന്ന് പറഞ്ഞൊരു ഭാഗം വായിച്ചപ്പോഴാണ് ജീവിതത്തിൽ എങ്ങനെയാണ് മൂല്യവത്തായ ബന്ധങ്ങൾ ഉടലെടുക്കുന്നത് എന്ന യാഥാർത്ഥ്യം എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അതായത് എവിടേക്കോ നിന്നുള്ള മനുഷ്യര് എങ്ങനെയൊക്കെയോ ഒത്തുചേർന്ന് വരുന്നു. അത് നമ്മുടെ ജീവിതത്തിലേക്ക് എടുത്താലും മനസ്സിലാകും. അതായത് ഇപ്പൊ ഒരു ബസ് യാത്രക്കിടയിൽ, സ്ഥിരം പോകുന്ന ബസ് യാത്രകൾക്കിടയിൽ എവിടെ നിന്നൊക്കെയോ വരുന്ന മനുഷ്യർ ഒന്നിച്ച് ആ ബസ്സിന്റെ ഇടയിൽ വരുന്നു. ഒരുപാട് നാള് അവർ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. പിന്നീട് അവര് ഒരേ കുടുംബമായിട്ട് മാറുന്ന ഒരു അവസ്ഥ, ഒരു സാഹചര്യം എന്റെ ജീവിതത്തിലും ഈ അടുത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട് അതുപോലുള്ള അനുഭവങ്ങൾ. അതൊരു ആശുപത്രിവാസമായിരുന്നു അത്തരത്തിലുള്ള ബന്ധങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണമായി തീർന്നത്. ഇന്നും ആ ബന്ധങ്ങളുടെ ആഴം എന്ന് പറയുന്നത്, അതിനുള്ളിലേക്ക് ഇറങ്ങിയിട്ടുള്ള വേരുകളുടെ ആഴം എന്ന് പറയുന്നത് വളരെ വലുത് തന്നെയാണ്, ഇത്രത്തോളം ദൃഢമാണ്. അതുപോലെ തന്നെ സുധീരേട്ടൻ ഉണ്ടാക്കിയെടുത്ത മനുഷ്യരായിട്ടുള്ള ബന്ധങ്ങളെ കുറിച്ചിട്ട് യാത്രയുടെ സന്തോഷം എന്ന് പറഞ്ഞ ഭാഗത്ത് നമുക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. പരസ്പരം സ്നേഹം കൈമാറുന്ന ഒരുപാട് മനുഷ്യരെയും ആ ബന്ധങ്ങൾ സൃഷ്ടിക്കുന്ന സന്തോഷങ്ങൾ, മുഖത്ത് വിരിയിക്കുന്ന ചിരികളെയും ഒക്കെ ഓർമ്മകളിലൂടെ മധുരം വിളമ്പി തരികയാണ് ഈ ഒരു പുസ്തകത്തിൽ. ബാക്കിയൊന്നും വേണ്ട, എവിടെയെങ്കിലും വെച്ച് എന്നെ കണ്ടാൽ വണ്ടിയിൽ കയറ്റിയാൽ മതി. എന്റെ മുന്നിൽ കാണുന്ന എല്ലാ മക്കളും എനിക്ക് എന്റെ കുട്ടികളെ പോലെയാണ്. അമ്മാമ്മയുടെ സൽക്കാരം എന്ന് പറഞ്ഞൊരു അധ്യായത്തിൽ ഭാഗത്ത് പറയുന്നതാണ് ഇങ്ങനെ. ആ ഒരു ഭാഗത്ത് തന്റെ ഓട്ടോ യാത്രക്കിടയിൽ ഒരു കടയുടെ മുമ്പിൽ ഇറക്കണം, അവിടെ നിന്ന് പത്തിരി വാങ്ങണമെന്ന് അമ്മാമ്മ പറയാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോ അമ്മാമ്മ കേൾക്കാതെ ഇങ്ങനെ പറയണ്, ഇത്ര നേരം വെയിറ്റ് ചെയ്യാനായിട്ട്, അങ്ങനെ ഒരു പിറുപിറുത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിന്റെ ഇടയിൽ കടയിൽ കയറിയിട്ട് അമ്മാമ്മ സുധീരേട്ടനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, പഴം എന്തെങ്കിലും കഴിക്കാൻ വേണം ചോദിക്കുന്നത്. അപ്പൊ വേണ്ട വേണ്ട എന്ന് പറയാണ്. പക്ഷെ എന്നാലും അവിടുന്ന് പഴംപൊരിയും ലൈമും ഒക്കെ വാങ്ങിക്കൊടുത്ത് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയിലാണ് അദ്ദേഹം ഇങ്ങനെ ചോദിക്കുന്നത്, മക്കളൊന്നും ഇല്ലാലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് മക്കളുണ്ട്, 3 മക്കളുണ്ട്, അവരുടെ മക്കൾ എല്ലാവരും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ പിന്നെ എന്തിനാണ് എനിക്കിത് വാങ്ങി തന്നെന്നുള്ളൊരു ചോദ്യമാണ് പിന്നീട് ഉയരാനുള്ള സാധ്യത. അപ്പോ ചോദിക്കുന്നതിന് മുമ്പേ പറയുന്നുണ്ട്, എന്റെ മുന്നിൽ കാണുന്ന എല്ലാവരും എനിക്ക് മക്കളാണ്. അങ്ങനെയും ഒരുപാട് ആളുകൾക്കിടയിൽ ഹൃദയം കൊണ്ട് സ്ഥാനം പിടിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ ആ യാത്രയിൽ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ഒരു കാലഘട്ടത്തില് ഒരുപാട് മൂല്യവത്തായ ഒരു അനുഭവമാണ് അമ്മക്കാഴ്ചകൾ എന്ന് പറഞ്ഞ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. മക്കളാവുക എന്നാൽ സ്നേഹമുള്ളവരാവുക എന്നതാണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതായത് അതിലും അമ്മ പറയുന്നുണ്ട്, എനിക്ക് 2 മക്കളാണ്. മൂത്തത് മോള്, അവളെ കെട്ടിച്ചയച്ചു. രണ്ടാമത്തേത് മകൻ, ഇത് അവന്റെ ഭാര്യയാണ്. ഒരു ആശുപത്രിയിലുള്ള യാത്രക്കിടയിൽ ഓട്ടോറിക്ഷയിൽ കയറിയ മകളും മരുമകളും അമ്മയും. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തില് വണ്ടി സ്പീഡിൽ പോകും, പതുക്കെ പോകണം ചേട്ടാ, അമ്മയ്ക്ക് ഛർദിയാണെന്ന് പറയാണ്. അങ്ങനെ അമ്മ ഛർദിക്കുന്ന സമയത്ത് അമ്മയുടെ വസ്ത്രത്തിലും അതുപോലെ തന്നെ ഓട്ടോറിക്ഷയിലും ആകാതിരിക്കാൻ വേണ്ടി ആ മകളെന്ന് തന്നെ പറയാം, ആ മകളുടെ 2 കൈകൾ നീട്ടിക്കൊടുക്കാണ്. അപ്പോഴും സുധീരന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിലോ മകളായിരിക്കും എന്നുള്ള ചിന്തയാണ്. പക്ഷെ ആ ചിന്തയെയും തിരുത്തി കുറിക്കുന്നതായിരുന്നു, അത് മകന്റെ ഭാര്യയായിരുന്നു. ആ ഒരു സ്നേഹബന്ധമാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഉള്ളില് ആ ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ടായിരുന്നത് മോളാണോ എന്ന് വീണ്ടും ചോദിക്കണം എന്നുള്ളത്. പക്ഷെ അത് ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ആ സ്നേഹത്തിന്റെ മുന്നില് അദ്ദേഹം തലകുണിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ ഒരുപാട് മനുഷ്യരെ സ്നേഹിക്കാനും ഒരുപാട് മനുഷ്യരെ
ചേർത്ത് നിർത്താനും കഴിയുന്ന നല്ല നല്ല ഹൃദയങ്ങൾ ഉള്ള ഒരു പുസ്തകമാണ് ഒരു ഓട്ടോക്കാരന്റെ ഓർമ്മക്കുറിപ്പുകൾ. സത്യം പറയുകയാണെങ്കിൽ തന്റെ ജീവിതത്തില് താൻ ഓടിത്തീർത്ത വഴികളിൽ താൻ കണ്ട ഓരോ കാഴ്ചകളും, താൻ കണ്ട ഓരോ മനുഷ്യരും, താൻ സഞ്ചരിച്ച ഓരോ നിമിഷവും പകർത്തിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പകർത്തിയെടുത്തതിൽ സുധീരേട്ടൻ വിജയിച്ചു എന്ന് തന്നെ പറയാം. അത് മാത്രമല്ല, ചില സ്നേഹമുള്ള മനുഷ്യരെ കൂടി കാണാനായിട്ട് സാധിച്ചു. അദ്ദേഹത്തിന്റെ ഒരു എഴുത്തിന്റെ ഏറ്റവും അവസാനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ചില സ്നേഹമുള്ള കാഴ്ചകൾ കാണാനും കൂടിയുള്ളതാണ് ജീവിതം. അത് ഞാൻ ഇങ്ങനെ തിരുത്തി വായിക്കുകയാണ്. ചില സ്നേഹമുള്ള കാഴ്ചകൾ കാണാൻ കൂടിയുള്ളത് മാത്രമല്ല, ചില സ്നേഹമുള്ള മനുഷ്യരെ കൂടി കാണാനും അവരുമായി കുറച്ചു നേരമെങ്കിൽ കുറച്ചു നേരം ഒന്നിച്ചിരിക്കാനും വർത്തമാനം പറയുവാനും ചേർത്ത് നിർത്തുവാനും സ്നേഹം പങ്കുവയ്ക്കുവാനും കൂടിയുള്ളതാണ് ജീവിതം. നല്ല ഹൃദയങ്ങൾ തേടിയുള്ള യാത്രയിൽ പ്രിയപ്പെട്ട സുധീരേട്ട, നിങ്ങൾ ഇനിയും സ്നേഹം കൊണ്ട് നിറയട്ടെ, മറ്റുള്ളവരിലേക്ക് സ്നേഹം പടർത്തട്ടെ. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സുധീരേട്ട, നിങ്ങളൊരു നല്ല മനുഷ്യനാണ്, പച്ചയായ മനുഷ്യൻ. നന്ദി. നന്ദി നിതിൻ ദാസ്. ഒരു ഓട്ടോക്കാരൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന പുസ്തകത്തിൻ്റെ ഗ്രന്ഥരചയിതാവ് സുധീർ പെരുമ്പിലാവ് നമ്മുടെ ഒപ്പം ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ തൻ്റെ എഴുത്തനുഭവങ്ങളെക്കുറിച്ച് പങ്കുവയ്ക്കുവാനായി ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഞാൻ എന്തെങ്കിലും പറയണം. ഈ പുസ്തകത്തിനെ കുറിച്ചിട്ട് നിതിൻ എന്നാണ് പേരെന്ന് തോന്നുന്നു എനിക്ക്. നിതിൻ പറഞ്ഞത് വളരെയധികം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്നോ ആണ്ട് പുസ്തകം വായിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും വളരെ വിശദമായിട്ടുള്ള ഒരു ആസ്വാദന കുറിപ്പായിരുന്നു. വളരെ നന്ദി നിതിൻ. പുസ്തകത്തിനെ കുറിച്ചിട്ട് എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് സത്യത്തിൽ അറിയില്ല. ഈ പുസ്തകങ്ങളെല്ലാതും സംഭവിക്കുന്നത് യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്നതാണ്. ഓട്ടോ യാത്രക്കിടയിൽ ചില മനുഷ്യരെ നമ്മളെ കണ്ടുമുട്ടുകയും ഹൃദയത്തിൽ തൊടുന്ന ചില അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതങ്ങനെ എല്ലാ അനുഭവവും അല്ല, ചിലത് മാത്രം നമുക്ക് എവിടെയെങ്കിലും പകർത്തി വെക്കണം എന്ന് തോന്നുന്ന അനുഭവങ്ങൾ ഉണ്ടാവും. അപ്പൊ അതങ്ങനെ പകർത്തി വെക്കുന്ന ഒരു ശീലമുണ്ട്. അങ്ങനെ അതൊക്കെ ഇങ്ങനെ പകർത്തി വെക്കാൻ കാരണം എൻ്റെ പുസ്തകത്തിലെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു യാത്രക്കാരി പറഞ്ഞതാണ് അത് പകർത്തി വെക്കണം എന്ന്. അപ്പൊ അങ്ങനെ പകർത്തി വെച്ചിട്ട് ഇടയ്ക്ക് ഞാൻ ഫേസ്ബുക്കാണ് എന്നെ എഴുത്തിന്റെ ഒരു മേഖലയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു സംഭവം. അപ്പോ അതിലങ്ങനെ എഴുതി വെച്ചപ്പോ കുറെ യാത്രക്കാരും കുറെ വായനക്കാരും ഒക്കെ അത് ഭയങ്കരമായിട്ട് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ആണ് പിന്നെ ഞാനതൊരു പുസ്തകമാക്കാനുള്ള ഒരു സാധ്യത അതിലുണ്ട് എന്ന് എനിക്ക് മനസ്സിലായത്. അങ്ങനെയാണ് ഞാൻ എൻ്റെ ആദ്യത്തെ പുസ്തകം ഇറക്കുന്നത്, ഓട്ടോ യാത്രയും പിന്നെ ഓർമ്മക്കുറിപ്പുകളും ഒക്കെ കൂടിയിട്ട്. പിന്നെ ഒരു 2 പുസ്തകം കൂടി ഇറക്കിയതിന് ശേഷമാണ് ഈ ഓട്ടോ ടച്ചിങ് സ്റ്റോറികൾ മാത്രമാക്കിയിട്ട് ഒരു പുസ്തകം ഇറക്കാം എന്ന് തീരുമാനിച്ചത്. അപ്പൊ അത് മാതൃഭൂമി അത് ചെയ്യാം എന്ന് പറഞ്ഞതുകൊണ്ടാണ് അതുമായിട്ട് മുന്നോട്ട് പോവുകയും കുറെ മനുഷ്യരിലേക്ക് അത് എത്തുകയും ചെയ്തത്. ഇതുവരെ വായിച്ചിട്ടുള്ള എല്ലാ മനുഷ്യരും ഏതാണ്ട്, ഇഷ്ടപ്പെടാത്തവരുണ്ടോ എന്ന് എനിക്കറിയില്ല, എല്ലാവരും എന്നോട് നല്ല ഒരു അഭിപ്രായമാണ് പുസ്തകത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതുവരെ ഇത്രയും ചുരുങ്ങിയ കാലത്തിനിടയിൽ ഒരുപാട് പേരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. പുസ്തകം വായിക്കുന്ന മുഴുവൻ ആളുകൾക്കും പുസ്തകം പ്രസിദ്ധീകരിച്ച മാതൃഭൂമി ബുക്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി.
നന്ദി സർ. ഈ ചർച്ചയ്ക്കുള്ള സമയമാണ്. പുസ്തകത്തെ പറ്റിയുള്ള നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പങ്കുവയ്ക്കാനായ സമയമായി കണക്കാക്കുക. ഹലോ നിതിൻ, വളരെ ടീച്ചറെ. വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടോ. ഈ പറഞ്ഞ പോലെ ഓരോ അനുഭവങ്ങളും എടുത്ത് അല്ലേ, അത് ഞാനത് മുഴുവൻ വായിച്ചെനിക്ക് തീർക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ പോലും വായിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ മനസ്സിൽ ഒരുപാട് പതിഞ്ഞു പോകുന്ന കുറേ ചിത്രങ്ങളൊക്കെ കിട്ടി എന്നുള്ളതാണ്. പിന്നെ ഇതോട് ചേർത്ത് വെച്ച് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, നമ്മൾ പല യാത്രകൾ ഇതേപോലെ പോകുമ്പോഴേ, ഓട്ടോയിലായാലും ഇപ്പോൾ നമ്മൾ ഊബറൊക്കെ വിളിച്ച് പോകുമ്പോഴും ഒക്കെ പല പല ആളുകളെയും നമ്മൾ അറിയാൻ കഴിയാറുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് ഇന്നത്തെ ഒരു യാത്രയും കൂടിയാണ്. ഇന്ന് അതേപോലെ ഒരു ആള് വിളിച്ചു. അപ്പോൾ സംസാരിച്ച് വരുമ്പോൾ പല പല ജീവിതങ്ങളാണ്. ആള് മാരിയറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, പിന്നെ പുറത്തേക്ക് പോയി, അങ്ങനെയൊക്കെ ഓരോരോ കഥകൾ നമ്മൾ കേൾക്കണം. അപ്പം എനിക്ക് തോന്നിയത് ഈ ഒരു ഓട്ടോക്കാരൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്നുള്ളതിൽ അത് ശരിക്കൊരു ചെറിയൊരു ലോകം തന്നെയാണ്. ലോകത്തിൻ്റെ ഒരു മിനിയേച്ചർ ഫോം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് യാത്രക്കാർ ലോകത്ത് നിന്ന് നാനാ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ കയറി ഇറങ്ങുന്ന ഒരു കൊച്ചു വാഹനമാണല്ലോ ഈ ഓട്ടോ. അപ്പോൾ അതിൽ കാണുന്ന കാഴ്ചകൾ, പരിചയപ്പെടുന്ന ആൾക്കാർ, അവരോടുള്ള സമ്പർക്കങ്ങളൊക്കെ നമുക്കൊരു ലോകത്തിൻ്റെ തന്നെ ഒരു വലിയൊരു വീക്ഷണം കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മളൊരു ഓട്ടോയിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഭവത്തിൻ്റെ ഒരു 1000 ഇരട്ടിയെങ്കിലും ഈ ഓട്ടോ ഓടിക്കുന്ന വ്യക്തിക്ക് കിട്ടുന്ന എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് ഈ ഒരു ചെറിയൊരു പുസ്തകത്തിലല്ല, ഇനി ഒരുപാട് പുസ്തകങ്ങൾ ഇതേ രീതിയിൽ എഴുതാനായിട്ട് നമ്മുടെ ഗ്രന്ഥകാരനായ സുധീർ പെരുമ്പിലാവിന് സാധിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. ശരിക്കും ഹൃദയസ്പർശിയായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ ചിലതൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ വായിച്ചു വരുമ്പോൾ ഇതിലെന്താണെന്നിങ്ങനെ വിചാരിച്ച് പിന്നീട് കുറേ കൂടെ നീങ്ങുമ്പോൾ ആണ് അതിൻ്റെ ഒരു ശരിയായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു ഫീലിങ്ങിലേക്ക് എത്തുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇതിൽ നിധിൻ വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചു. അതുപോലെ തന്നെ ഈ നമ്മളോടൊപ്പം ഇന്ന് ചേർന്നിട്ടില്ല സുധീറിനും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഇതോടൊപ്പം ഇനിയും എഴുതുക, ഇതേപോലെ തന്നെ കുറച്ചുകൂടി അനുഭവങ്ങൾ ചേർത്തുകൊണ്ട് വലിയൊരു പുസ്തകം അടുത്ത് തന്നെ ഇറക്കാൻ സാധിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. ഓക്കെ, നന്ദി, നമസ്കാരം. ഇന്നത്തെ വായനയെ പറ്റി സംസാരിക്കാനായി കൃഷ്ണകുമാർ സാറിനെ ക്ഷണിക്കുന്നു. ഞാൻ മറ്റുള്ളവര് സംസാരിക്കട്ടെ എന്ന് കാത്തിരിക്കുകയായിരുന്നു. കൂടെ ഉള്ളവരൊന്ന് സംസാരിച്ചൂടെ? എന്തെങ്കിലും സംശയങ്ങളൊക്കെ ചോദിക്കുക. സുധീറിന് നമുക്ക് നേരിട്ട് കിട്ടിയിരിക്കുകയാണ്. കുട്ടികളും ചോദിക്കും, അത് അവസാനം പറയാം, അതായിരിക്കും നല്ലത്. അതിൽ പങ്കെടുക്കുന്നവർക്ക് സുധീറുമായിട്ട് സംവദിക്കാനുള്ള ഒരു സമയം കൂടിയാണ്. നിതിന്റെ അവതരണത്തെ കുറിച്ചും പറയണം. ഈ പുസ്തകം ഇതിനു മുൻപ് എല്ലാവർക്കും നമസ്കാരം. ഈ പുസ്തകം വായിച്ചിട്ടുണ്ടായില്ല, ഇപ്പോഴാണ് ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് കേൾക്കണത്. ഇപ്പോഴത്തെ കാലത്ത് ഈ മൂല്യബോധം കുറഞ്ഞു പോയി എന്നുള്ളൊരു തോന്നലുള്ള കാലത്ത് മോറൽ സ്റ്റോറീസ് ആയിട്ട് കൊടുക്കാനും കൂടെ പറ്റണ ഒരു ബുക്കാണെന്ന് തോന്നി. ഗ്രന്ഥകർത്താവിനും പുസ്തകത്തിനും നല്ല അഭിനന്ദനങ്ങൾ പറയാണ്. പിന്നെ അവതരിപ്പിച്ച കുട്ടി ശ്രീ സുധീറിന് ഇതിലും നല്ലൊരു ആസ്വാദനം ഇനി കിട്ടാനുണ്ടാവില്ല എന്ന് തോന്നുന്നു. അതുപോലെ ഭംഗിയായിട്ട്
ഇതൊരു സിനിമയായിട്ട് ഇറക്കുകയാണെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് പോലെ ആ കൊച്ചത് അവതരിപ്പിച്ചിട്ടുണ്ട്. നല്ല വോയിസ്, നല്ല വോയിസ് മോഡുലേഷൻ, അടിപൊളിയായ അവതരണം. നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ. താങ്ക് യു. സമയം പോവുകയാണ്, ഒന്ന് സംസാരിക്കണം എല്ലാവരും. ഹലോ. സാറേ പറഞ്ഞോളൂ. പറയാവോ? എൻ്റെ പേര് ഔസഫ് എന്നാണ്. പറയാലോ? പറയൂ സാർ, പറയൂ സാർ. ഞാൻ നിതിൻ്റെ ഈ പുസ്തകം പരിചയപ്പെടുത്തല് കേട്ടു. വളരെ നന്നായിട്ട് പഠിച്ച് അവതരിപ്പിച്ച ഒരു പുസ്തകാവതരണമായിരുന്നു. അതിന് നിതിന് ഒത്തിരി നന്ദി. രണ്ടാമത് ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് സുധീർ ഇവിടെ ഉണ്ട്. അപ്പോൾ സാധാരണ ഓട്ടോറിക്ഷക്കാരെ കുറിച്ചുള്ള ഒരു ചിന്തയ്ക്കും അഭിപ്രായത്തിനും എതിരായിട്ടുള്ള ഒരു മുഖമാണ് മോട്ടോറിക്ഷക്കാരനെ കുറിച്ച് ഇപ്പൊ ഈ പുസ്തകം വായിച്ചതിലൂടെ പരിചയപ്പെട്ടതിലൂടെ എനിക്ക് കിട്ടിയത്. സാധാരണ വളരെ പരുക്കൻ സ്വഭാവമുള്ളവരും അതികണിശക്കാരും കൂടുതൽ പൈസ വാങ്ങിക്കുന്നവരും ഹൃദയം കഠിനമായിട്ടുള്ളവരൊക്കെയാണെന്നൊക്കെയാണ് സാധാരണ ഒരു ഓട്ടോറിക്ഷക്കാരെ കുറിച്ചുള്ള ഒരു സാധാരണക്കാരൻ്റെ ചിന്ത. അതിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യസ്തമായിട്ട് ഒരു തരളഹൃദയനായ ഒരു സ്നേഹവായ്പുള്ള ഒരു വ്യക്തിയായിട്ട് ആണ് സുധീറിൻ്റെ ഈ പുസ്തകത്തിൻ്റെ എഴുത്തിൽ നിന്ന് മനസ്സിലായത്. നമ്മൾ കൂടി വന്നാൽ ഈ ഭൂമിയിൽ ഒരു 10-35,000 ദിനങ്ങളായിരിക്കും ജീവിച്ചിരിക്കുക, അപ്പോൾ ഏറിയാൽ. അപ്പോൾ അതിനകത്ത് പലരും ഒരു 25,000 അല്ലെങ്കിൽ 30 നേരെ പകുതിയൊക്കെ കാലഘട്ടങ്ങൾ ഇതിനകത്ത് തന്നെ കഴിഞ്ഞിട്ടുള്ളവരായിരിക്കും നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ശേഷിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഓരോ ദിവസവും അവസാനം കിടക്കുന്നതിന് മുമ്പ് എന്ത് നന്മ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് സുധീർ പറഞ്ഞു. ഈ ഓട്ടോ യാത്രക്കിടയിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഇങ്ങനെ കോറിയിട്ടിട്ട് അതിൽ നിന്നാണ് ഈ പുസ്തകം രൂപപ്പെടുത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ നന്മയുടെ എന്തെങ്കിലും നല്ല വശങ്ങൾ എന്തെങ്കിലും ഭൂമിയിലെത്തിരി നമ്മൾ ചീത്ത വശങ്ങളെ കുറിച്ച് കേൾക്കുന്നുണ്ട്. ഡെയിലി പേപ്പറിലും ടി വിയിലും തുറന്നു കഴിഞ്ഞാൽ മുഴുവനും സങ്കടപ്പെടുത്തുന്ന വാർത്തകളും തിന്മയുടെ വർത്തമാനങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കാലത്ത് നന്മകൾ എവിടെയെങ്കിലും ഇങ്ങനെ പൂവായി വിരിയുന്നു എന്നുള്ളത് ഈ പുസ്തകത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു നല്ല പുസ്തകം എഴുതിയതിന് സുധീറിന് ഒത്തിരി നന്ദി, സ്നേഹം. താങ്ക് യു. അജീഷ് മാഷ് എന്തോ പറയാൻ പോയല്ലോ, പറയൂ മാഷ്. മാഷെ കേൾക്കാവോ മാഷെ? നന്നായി കേൾക്കാം മാഷ്, നന്നായി കേൾക്കുന്നു. ഈ ഞാനിങ്ങനെ ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ ഗൂഗിൾ മീറ്റ് എനിക്കങ്ങ് സംസാരിക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ സംസാരിക്കാൻ തുടങ്ങിയതാണ്. പിന്നെ കൂടുതൽ സമയവും നമ്മൾ കേട്ടിരിക്കേണ്ട ഒന്ന് കൂടിയായിരുന്നു. അപ്പോൾ അത് ഗംഭീരമായി, അതെൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വ്യാഴാഴ്ച ഇത് നോക്കിയിരുന്ന് കയറിയത്. നമുക്കപ്പോൾ ഈ വായനാഴ്ച, ഈ വ്യാഴാഴ്ച അതിനോട് നമുക്ക് വലിയൊരു ബന്ധം, കൂടുതൽ ബന്ധം കൈവന്നിരിക്കുക. ഇപ്പം ഈ പുസ്തകം തന്നെ ഇപ്പം ഈ ആത്മകഥകളുടെ ഒരു പ്രളയം തന്നെയുണ്ട്. നമുക്ക് ഒത്തിരി ആത്മകഥകൾ ഇറങ്ങുന്നൊരു കാലം കൂടിയാണ്. ചില ആളുകളൊക്കെ ഈ ആത്മകഥ എഴുതാൻ വേണ്ടിയിട്ടും എഴുതുന്നുണ്ട്. അത് അങ്ങനെ കുറേ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ലോകപ്രസിദ്ധമായ ആത്മകഥ ഗാന്ധിജിയുടെ ആത്മകഥയാണല്ലോ. അതിനകത്ത് വളരെ സത്യസന്ധമായതുകൊണ്ടാണ് ആ ആത്മകഥ വിജയിച്ചത്. അത് ഗാന്ധിജി ആയതുകൊണ്ട് മാത്രമല്ല. അപ്പോൾ അതിനകത്തും ഈ ഗാന്ധിജിയുടെ ആ കുട്ടിക്കാലത്തുള്ള ഓർമ്മകളൊക്കെ എല്ലാവരുടെയും, ഇന്ത്യക്കാരുടെ മൊത്തം അത് മനസ്സിലുള്ള ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരാൾ ആത്മകഥ എഴുതിയപ്പോൾ
ഇപ്പൊ നിതിൻ്റെ ഈ അവതരണത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് വളരെ സത്യസന്ധമായി അത് വരയ്ക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതൊരു ഒരു ചെറിയൊരു കാര്യമല്ല. നമ്മളിപ്പോൾ എഴുതി ഒന്ന് ഇങ്ങനെ അനുഭവങ്ങൾ എഴുതി വെക്കുന്നു എന്നുള്ളത് ഒരു സാധാരണ കാര്യമല്ല. അങ്ങനെ എഴുതി വെക്കാനായിട്ട് കഴിയുന്നുണ്ട്. രണ്ടാമത് അത് സത്യസന്ധമായിട്ട് ചെയ്യാനായിട്ടും പറ്റുന്നുണ്ട്. പിന്നെ അതിനകത്ത് നല്ലൊരു ഭാഷയും കൈമുതലായിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ ചേരുവാണ്. അപ്പോൾ അങ്ങനെ ഒരു പുസ്തകം ഇപ്പോൾ ഞാൻ അടുത്ത കാലത്തൊക്കെ വായിച്ചത് തകഴിയുടെ ആത്മകഥ, വളരെ വ്യത്യസ്തമായ ആത്മകഥയാണ്. പക്ഷെ അതിലും തകഴി ഇങ്ങനെ മുഴച്ചു നിൽക്കുക, ചുറ്റുമുള്ള പരിസ്ഥിതിയും അല്ലെങ്കിൽ സമകാലിക ചരിത്രമൊന്നും അല്ല അതിനകത്ത് നിൽക്കുന്നത്. മിക്കവാറും ഈ ആത്മകഥയുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒന്ന്. അപ്പം അവിടുന്ന് മാറി നിന്നുകൊണ്ട് സ്വന്തം ചുറ്റുവട്ടങ്ങളെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മളെ ഉയർത്തി കാണിക്കാതെ ചുറ്റുമുള്ള ആളുകളെയൊക്കെ ഉയർത്തി കാണിക്കുന്ന ആ ഒരു സംഭവത്തെയും സാഹചര്യത്തെയും പരിസ്ഥിതിയെയൊക്കെ ഉയർത്തി പിടിക്കുമ്പം അതിനൊരു മിഴിവ് കൈവരുന്നുണ്ട്. അതാണ് ഈ നമ്മൾ കേട്ട എഴുത്തില് ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അപ്പൊ അത്ര ഒരു പുസ്തകം തെരഞ്ഞെടുത്തതിൽ നന്നായി അവതരിപ്പിച്ചതിലൊക്കെ നിതിനെ അഭിനന്ദിക്കുന്നു. ഇപ്പോൾ ഒരു BEd പഠിക്കുന്ന ഒരു കുട്ടി അങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ അത് ചെറിയൊരു കാര്യമല്ല. എഴുത്തുകാരനെ പോലെ തന്നെ നമ്മുടെ ഈ പരിപാടിക്കും ഒരു വലിയ പ്രസക്തിയുണ്ട്. എല്ലാ ആഴ്ചയും ഇങ്ങനെ നമുക്ക് ചെയ്യാനായിട്ടും പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വായിക്കേണ്ട ഒരു ആത്മകഥയാണ്. ഞാനിപ്പോൾ ആത്മകഥ റിസർച്ച് ചെയ്യുന്ന ഒരാൾക്ക് ഞാൻ ഈ പുസ്തകത്തിൻ്റെ അതൊക്കെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ. കാരണം അവരും പഠിക്കേണ്ട ഒന്ന് തന്നെയാണ് ഇത്. അപ്പോൾ എന്തായാലും ഈ എഴുത്തുകാരനെയും അതുപോലെ ഓട്ടോറിക്ഷ ഈ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു പക്ഷേ ഒരു കാറുകാരൻ്റെ ആത്മകഥയാവില്ല ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ ഒരു ആത്മകഥ. അപ്പം ആ രീതിയിലും കൂടി ഇതിന് ഒരു പ്രസക്തിയുണ്ട്. കാരണം കാറിൽ കയറുന്ന യാത്രക്കാരനും ഓട്ടോയിൽ കയറുന്ന യാത്രക്കാരനും രണ്ടാണ്, അതിൻ്റെ ദൂരമൊക്കെ ഉണ്ട്. അതൊക്കെ ഇതിനകത്ത് നന്നായി പ്രതിഫലിക്കുന്നുമുണ്ട്. ഓക്കെ മാഷേ. സാറേ, സംസാരിക്കാൻ സമയമുണ്ടോ? സംസാരിക്കൂ. സാർ, ഞാൻ വളരെ വൈകിയാണ് കയറിയത്, അതിനാദ്യം ക്ഷമാപണം. പക്ഷെ കേട്ടതിന്റെ വെളിച്ചത്തില് ആ പുസ്തകം വായിക്കണം എന്ന് തോന്നി. അതിന് കാരണം ആ നിതിന്റെ അവതരണമാണ്. അതിനാദ്യം തന്നെ ഒരു അഭിനന്ദനം കൊടുക്കാം. നമ്മളിപ്പോ സാധാരണക്കാരന്റെ വാഹനമായിട്ടാണല്ലോ ഓട്ടോയെ കാണുന്നത്. എൻ്റെ മുൻപ് സംസാരിച്ച ഒരു മാഷും അത് പറഞ്ഞു. പക്ഷേ ഓട്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ വ്യത്യസ്ത ജില്ലയിൽ, ഇപ്പൊ അധികം എല്ലാ ഇടത്തൊന്നും പോയില്ലെങ്കിലും വ്യത്യസ്ത ജില്ലകളിൽ പോയപ്പോൾ ഓരോ ഓട്ടോക്കാരനും ഓരോ രൂപമാണ്. ഇപ്പൊ അടുത്തിടെ ഞാനൊരു കോഴിക്കോട് യാത്ര നടത്തിയപ്പോൾ ഇത്രയും നാളും ഞാൻ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഓട്ടോക്കാരന്റെ മുഖമാണ് എനിക്ക് അവിടെ, അല്ലെങ്കിൽ ഒരു വ്യക്തിത്വമാണ് എനിക്ക് അവിടെ കാണാൻ സാധിച്ചത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് കുറച്ച് തിരക്കുണ്ടായി ഉള്ളത് കൊണ്ട് ജസ്റ്റ് ഒന്ന് കേട്ട് പോകാന്നാ തോന്നിയത്. പക്ഷെ ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നി അതൊന്ന് ഇരുന്ന് കേൾക്കണം, അതൊന്ന് വായിക്കണം എന്ന് തോന്നി. കാരണം വളരെ ലളിതമായ ഭാഷയിലാണ് അത് നിതിൻ അവതരിപ്പിച്ചത്. നമ്മുടെ ജീവിതമാണെന്നൊരു തോന്നലുണ്ടാകുമ്പോഴാണല്ലോ നമുക്കൊരു പുസ്തകം താഴെ വെക്കാതെ വായിക്കാൻ തോന്നുന്നത്. അപ്പൊ അത്തരം ഒരു പുസ്തകമായിട്ട് എനിക്കത് തോന്നി. ഏതായാലും നന്ദി. എന്തായാലും ഒത്തിരി വൈകി, ഇനി അധികം നീട്ടുന്നില്ല. എന്നാലും നിതിൻ അതിമനോഹരമായിട്ട് അവതരിപ്പിച്ചു. നിതിനുമായിട്ട് എന്തോ ഒരു മുൻജന്മ ബന്ധമൊക്കെ ഉള്ള ഒരാളാണ് സുധീർ എന്ന് തോന്നി. ഞാനിങ്ങനെ അവിചാരിതമായിട്ടാണ് ഈ ഒരു പുസ്തകത്തെ കുറിച്ച് നിതിനോട് പറഞ്ഞതെങ്കിലും, പക്ഷെ അത് ഈ പറഞ്ഞ മാതിരി ഇത്രത്തോളം നിതിന് സുധീരേട്ട എന്ന് വിളിക്കുന്നതിൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു സാന്ദ്രത ബോധ്യമാകുന്നുണ്ട്. എന്തായാലും രണ്ട് മനുഷ്യരെ തമ്മിൽ ചേർക്കാനും ഒരു പുസ്തകത്തെ ഇത്രയധികം പേർക്കിടയിൽ എത്തിക്കാനും നമുക്ക് സാധിച്ചതിലുള്ള സന്തോഷം പ്രത്യേകം പങ്കിടുകയാണ്.
നിതിൻ, പ്രത്യേകം കൺഗ്രാജുലേഷൻസ്. ഒരുപാട് സാധ്യതകളുള്ളൊരു ഒരു വ്യക്തിയാണ് നിതിൻ. ഇന്ന് നമുക്ക് നല്ല രസകരമായിട്ട് അഞ്ജിത മോഡറേറ്റർ സ്ഥാനം നിർവഹിച്ചു. നല്ല സൗമ്യമായിട്ട്, നല്ല ആകർഷകമായിട്ട്, അതുപോലെ നല്ല ഭംഗിയിൽ ചിഞ്ചിന് സ്വാഗതം പറഞ്ഞു. ഇനി നന്ദി പറയാൻ പോകുന്ന ശിവതയ്ക്കും പ്രത്യേകം നന്ദി മുൻകൂർ പറയുകയാണ്. ഇപ്പൊ ഇതിന്റെ ലിങ്ക് പ്രവർത്തിപ്പിക്കുന്ന ദേവിക്കും പ്രത്യേകം താങ്ക്സ് അറിയിക്കുകയാണ്. ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ വിഷ്ണുവിനും പ്രത്യേകം സന്തോഷമൊക്കെ അറിയിക്കുകയാണ്. എല്ലാ ആഴ്ചയിലും വിഷ്ണു നമുക്കിത് റെക്കോർഡ് ചെയ്ത് തരികയാണ്. എന്തായാലും ഈ പുസ്തകാവതരണത്തിലേക്ക് കടക്കുമ്പോൾ വളരെ അത്ഭുതം തോന്നിയ ഒരു കാര്യം, നമ്മള് ജീവിതത്തിനെ പലതിനോടും ഉപമിക്കാറുണ്ട്. പക്ഷെ ജീവിതത്തിനെ ഇനി ഒരു ഓട്ടോറിക്ഷയോട് ഉപമിക്കാൻ സാധിക്കുന്നത് ഈ പുസ്തകം വായിച്ചതിന് ശേഷമാണ്. ജീവിതം ഒരു മഴയാണ്, ജീവിതം ഒരു യാത്രയാണെന്നൊക്കെ പറയാറുണ്ടെങ്കിലും ജീവിതം ഒരു ഓട്ടോറിക്ഷയാണെന്ന് ഇനി ഉറക്കെ വിളിച്ചു പറയാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. അതിന് കാരണം അത് സുധീരാണെന്നുള്ളതാണ്. നേരത്തെ ലിബി ടീച്ചർ പറഞ്ഞ പോലെ കേരളത്തിലെ ഉടനീളം പലതരം ഓട്ടോറിക്ഷക്കാരുണ്ട്. നേരത്തെ ഔസഫ് സാറ് പറയുകയുണ്ടായി, എനിക്ക് തോന്നുന്നു കേരളത്തിലെ SI-മാർക്ക് തീരെ കണ്ടുകൂടാത്ത ഒരു വിഭാഗം ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സാണ്. അത്രയും ക്രൂരന്മാരാണെന്നൊക്കെ രീതിയിൽ പറയുന്നിടത്ത് നമുക്ക് ഇങ്ങനെ ഒരു തലം ഇതിനുണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു പുസ്തകമായി ഇത് മാറുന്നുണ്ട്. മനുഷ്യരെ ഏറ്റവും കൂടുതൽ കാണുന്ന 3 കൂട്ടം മനുഷ്യരാണുള്ളത്. അവരെയാണ് നമ്മൾ പ്രൊഫഷണൽസ് എന്നൊക്കെ വിളിക്കുന്നത്. അധ്യാപകര്, വക്കീലന്മാര്, ഡോക്ടർമാര്. ഈ പുസ്തകം വായിച്ചപ്പോൾ മനസ്സിലായി അവരുടെ കൂട്ടത്തില് ചേർത്ത് നിർത്താവുന്ന ഒരു വിഭാഗമാണ് ഓട്ടോറിക്ഷക്കാരെന്നുള്ളത്. കാരണം അവരെത്രമാത്രം മനുഷ്യരെയാണ് ഒരു ദിവസം കണ്ടുകൂട്ടുന്നത്, എത്ര തരം മനുഷ്യരെയാണ് കണ്ടുകൂട്ടുന്നത്. ഇപ്പൊ ഈ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു പങ്ക്തി എന്നതിനേക്കാൾ മനുഷ്യരെ കൂടുതൽ പരിചയപ്പെടാനുള്ള ഒരു വേദിയായിട്ട് കൂടി നമ്മുടെ ഈ പങ്ക്തി ഈ വ്യാഴാഴ്ച വായനാഴ്ച മാറുന്നുണ്ടെന്നുള്ള സന്തോഷം തോന്നുകയാണ്. വീണ്ടും ഓർക്കുകയാണ്, സുധീരേട്ട എന്ന് നിധിൻ വിളിക്കുമ്പോൾ ഒരു വലിയ ചാരിതാർത്ഥ്യം അതിനുള്ളിലുണ്ട്. ഒരു സ്നേഹത്തിന്റെ സംഗീതം അതിൻ്റെ ഉള്ളിൽ അനുഭവിക്കാൻ സാധിച്ചു. ഈ സുധീർ എന്ന് പറയുന്ന അത്രയും സാധാരണമായ ഒരു മനുഷ്യന്റെ അനുഭവങ്ങളാണ് പറയുന്നത്. പക്ഷെ ഒരു മനുഷ്യജീവിതം കൊണ്ട് ഈ മനുഷ്യൻ അനുഭവിച്ച് തീർന്ന കഥകളും സംഭവങ്ങളും വായിച്ചു തീരുമ്പോൾ സുധീർ എന്ന മനുഷ്യൻ അത്രയും അസാധാരണമാകുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ അവസാനത്തിലേക്കൊക്കെ എത്തുമ്പോൾ, ഈ പുസ്തകത്തിന്റെ അവസാന അധ്യായത്തിലേക്കൊക്കെ എത്തുമ്പോൾ, ഓർമ്മക്കുറിപ്പിലേക്ക് എത്തുമ്പോൾ സുധീർ വല്ലാതൊരു ഉയരങ്ങളിൽ എത്തുന്നുണ്ട്. അത് അനുഭവങ്ങൾ കൊണ്ടാണ്. നമ്മുടെ കണ്ണ് കണ്ടതിനേക്കാളും കൂടുതൽ മനുഷ്യരെ കണ്ടുകൂട്ടി. നമ്മള് ശരിക്കും തൊഴുതു പോകുന്നു, അല്ലെങ്കിൽ ഈ സുധീറിനെ നമ്മൾ ചേർത്ത് പിടിക്കും, ഒന്ന് കെട്ടിപ്പിടിക്കും എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ ഒരു വൈകാരികത. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ഔദ്യോഗിക, അങ്ങനെയൊക്കെ തന്നെ പറയണം, ഒരു ഒഫീഷ്യൽ ജീവിതത്തിൽ എത്രമാത്രം ആകസ്മികതകളാണ്, എത്രമാത്രം സസ്പെൻസുകളാണ് നിറഞ്ഞു വരുന്നതെന്നുള്ളതാണ്. ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ കിടക്കുന്ന ഒരു ഓട്ടോക്കാരനെ തേടി അടുത്ത ഓട്ടം എങ്ങോട്ടായിരിക്കും, ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, അടുത്ത ഓട്ടം എങ്ങോട്ടായിരിക്കും. എനിക്കുണ്ട് കുറെ ഓട്ടോറിക്ഷ സുഹൃത്തുക്കള്. അവരിങ്ങനെ ഇരിക്കുമ്പോൾ അടുത്തത് ആരായിരിക്കുമെന്ന്, ആരാണ് വന്ന് കയറുക, ആരാണ് കൈകാട്ടുക, ഒരു വല്ലാത്തൊരു അനിശ്ചിതത്വമാണ്. അതിനൊരു ഭംഗിയുണ്ട്. അതിന് ഈ പറഞ്ഞ മാതിരി ഓട്ടോറിക്ഷ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഈ പുസ്തകം വായിച്ചു തീർന്നപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. ശരിക്കും ഇനി ഓരോ ഓട്ടോറിക്ഷ കാണുമ്പോഴും ഒരു വല്ലാത്തൊരു ഒരു വിസ്മയം തോന്നുകയാണ്. ഒരു മനുഷ്യൻ കണ്ടു തീർത്ത പലതരം കുറെ മനുഷ്യരെ കുറിച്ചാണ് ഈ പുസ്തകം എന്ന് ചുരുക്കി പറയാൻ പറ്റും. ഒരു മനുഷ്യൻ എവിടെ നിന്നൊക്കെയോ വരുന്ന മനുഷ്യരുമായി കണ്ടുമുട്ടി പറഞ്ഞു തീർക്കുന്ന അനുഭവകഥകളാണ് ഈ പുസ്തകം മുഴുവൻ. എന്തെല്ലാം തരത്തില് മനുഷ്യരുടെ മൂല്യങ്ങളാകാം എന്നൊരു വലിയ വിസ്തൃതി ഈ പുസ്തകം മനസ്സിലാക്കി തന്നിട്ടുണ്ട്. എങ്ങനെയൊക്കെ നമുക്ക് മനുഷ്യരാകാമെന്നും പഠിപ്പിക്കുന്നുണ്ട് ഈ പുസ്തകം. പ്യുവർലി പോസിറ്റീവ് ആയിട്ടുള്ള എഴുത്തുകൾ മാത്രമേ ഈ പുസ്തകത്തിലുള്ളൂ എന്നുള്ളതാണ്. ഇപ്പൊ മാനവികത മാത്രമാണ്, ഒരു ബോബി അച്ഛൻ്റെ ഒക്കെ പുസ്തകം വായിക്കുന്ന ഒരു പ്രതീതിയാണ് ഇതിൽ. മാനവികത മാത്രമാണ് ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന ആശയം. ശരിക്കും നമ്മളെ ക്ലെൻസ് ചെയ്യുന്നുണ്ട് ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ. അധികം പറയുന്നില്ല. എന്തായാലും ഇതിൽ പങ്കെടുത്ത എല്ലാവരോടും പ്രത്യേകം സ്നേഹം പറയുകയാണ്. സുധീർ ആദ്യത്തെ ഗൂഗിൾ മീറ്റ് ആണെന്നാണ് പറഞ്ഞത്. ഇന്നലെ ഞങ്ങൾ ഇതിനു വേണ്ടി ട്രയലൊക്കെ നടത്തി. ദേവിക അതിനു വേണ്ടി ഇന്നലെ രാത്രി നമ്മളെ ഇതിനു വേണ്ടി സഹായിക്കുകയൊക്കെ ചെയ്തു.
അപ്പോ വലിയൊരു ചാരിതാർത്ഥ്യം തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ പുസ്തകങ്ങളെക്കാൾ മനുഷ്യർ തമ്മിൽ കൂടിയിരിക്കുന്ന, പരസ്പരം അറിയുന്ന ഒരു വേദിയും കൂടിയായിട്ട് വ്യാഴാഴ്ച വായനാഴ്ചയെ മാറ്റുന്നതിൽ വലിയ സന്തോഷം. നിതിൻ, വീണ്ടും വീണ്ടും സ്നേഹം പറയുകയാണ്. സുധീർ, സന്തോഷം, സ്നേഹം. താങ്ക് യു സാർ. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയ എല്ലാവർക്കും നന്ദി. ഇന്നത്തെ നല്ലൊരു വ്യാഴാഴ്ച വായനാഴ്ച അധ്യായത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുകയാണ്. നന്ദി പറയുവാനായി 2ാം വർഷ BEd നാച്ചുറൽ സയൻസ് വിദ്യാർത്ഥിനി അന്ന മരിയ ലോറൻസിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. സുധീർ പെരുമ്പിലാവിന്റെ ഒരു ഓട്ടോക്കാരന്റെ ഓർമ്മക്കുറിപ്പ് എന്ന പുസ്തകമാണ് നമ്മുടെ നിതിൻ ഇവിടെ പരിചയപ്പെടുത്തിയത്. ഈ പുസ്തകത്തിലെ തൊട്ടറിയുന്ന അനുഭവങ്ങൾ നമുക്ക് വിവരിച്ചു തരാൻ നിതിന് സാധിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ആദ്യമായി തന്നെ നമ്മുടെ പ്രിയപ്പെട്ട കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുസ്മിത മിസ്സിന് നന്ദി അറിയിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ പ്രിയ എഴുത്തുകാരൻ സുധീർ പെരുമ്പിലാവിന് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. വളരെ മനോഹരമായി നമുക്കെല്ലാവർക്കും മുന്നിൽ പുസ്തകം പരിചയപ്പെടുത്തിയ പ്രിയ കൂട്ടുകാരൻ നിതിൻ ദാസിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. കൂടാതെ ഈ പ്രോഗ്രാം തുടങ്ങിയ അന്നു മുതൽ നമുക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും തന്ന ടീച്ചർ കോർഡിനേറ്റേഴ്സായ കൃഷ്ണകുമാർ സാറിനും ഹിര മിസ്സിനും സ്റ്റുഡന്റ് കോർഡിനേറ്ററായ ലയനയ്ക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. ഈ വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.